അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴും ചേട്ടൻ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? ഇതല്ലാതെ ഒരുപാടുണ്ട്. എന്നാലും ഇപ്പോഴും എനിക്ക് ഷേക്ക് ഹാൻഡ് തരാത്ത ആൾക്കാരുണ്ട്. പറഞ്ഞ ഷേക്ക് ഹാൻഡ് തരാത്ത ഷേക്ക് ഹാൻഡ് എൻ്റെ ഷേക്ക് ഹാൻഡ് ഇങ്ങനെ തരാൻ വരുമ്പോൾ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, പെട്ടെന്ന് കൈ വലിക്കുന്ന. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായി. അയ്യോ, ഇപ്പോൾ 4 ദിവസമല്ല, ഇപ്പോൾ 4 ദിവസം. ഇപ്പോൾ ഒരാഴ്ച മുന്നേ അനിയത്തി കിടന്ന സമയത്ത് മെഡിക്കൽ വിളിച്ച് ഒരാൾ ഓടി വന്നു. കണ്ണൂരോ കോഴിക്കോടുള്ളതാണ്. ഓടി വന്ന് ഇങ്ങനെ കൈ കൊണ്ട് തരാൻ വന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ഒരു പുള്ളി പെട്ടെന്ന് കൈ വലിച്ചിട്ട് തിരിച്ചു വരാനുള്ള. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പാട കാണുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം, ഇത് പാമ്പ് കടിയേറ്റതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ അറിയാമെന്നുള്ളവർക്കല്ലേ അറിയോ ഇത് പാമ്പ് കടിയിട്ടാണ് ഇത് കയറിയെന്നുള്ളത്. ഇത് പക്ഷേ പാമ്പ് എല്ലാവരും നോക്കുമ്പോൾ ഇതല്ല, ഈ വെള്ളപ്പാട് ഇനി പാമ്പിനെ പിടിക്കുന്നുണ്ടോ അല്ല ആയിരിക്കുമോ ഇങ്ങനെ ഉണ്ടായി. ഇത് പക്ഷേ പടക്കം പൊട്ടിയിട്ടാണ് ഇങ്ങനെ. മറ്റേ ഇവർ കഴിക്കാൻ ഇനി പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ മറ്റേത് വായിച്ചിട്ടുണ്ട്, എവിടെയോ ചെന്ന് വെള്ളം. അത് ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ എന്താ പറയുക, ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ബാലാപുരത്തിനപ്പുറം നെയ്യാറ്റിൻകരയ്ക്ക് ഇപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് ഒരു കോളേജ് അധ്യാപിക പ്രിൻസിപ്പളാണ്, റിട്ടയർഡ് ആയി കേട്ടോ അവർ. അത് കുറച്ച് നാളായി. അപ്പോൾ ഞാനൊരു വലിയ മതിലൊക്കെ പിടിച്ച് പാമ്പിനെ പിടിച്ച് കഴിഞ്ഞിട്ട് അതെനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം, ആൾക്കാരിങ്ങനെ ചിലപ്പോൾ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം മതിലൊക്കെ പൊളിച്ച് ക്ഷീണിച്ച് ഒരു 3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ സാറിന് ഒരു വീട്ടിലും പോയി ഞാൻ വെള്ളം, ഇപ്പോൾ ഞാൻ എൻ്റെ ബാഗിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പരമാവധി പറ്റുമെങ്കിൽ ആ ഗ്ലാസ്സിലാണ് എല്ലായിടത്തും വെള്ളം വാങ്ങി കുടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ വെള്ളം ചോദിച്ചപ്പോൾ അവർ നമ്മൾ കുടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി വെളിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിച്ചണിൽ കൂടെ പറയിൽ കൂടെ കൊണ്ട്. അപ്പോൾ അവർ ഔട്ടിൽ പുറത്തുള്ള ബാത്റൂമിൻ്റെ അവിടെ ഒരു മഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരനത് അറിയാം, ജോലിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തെ അതിൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. നമ്മൾ കുടിക്കാനാണെന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് കുടിക്കല്ലേ, തട്ടിക്കളഞ്ഞു, കുടിക്കല്ലേ, അത് ബാത്റൂം ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നില്ല. ഞാൻ പിന്നെ വെള്ളം കുടിച്ചില്ല. ഞാൻ പിന്നെ അവിടെ തിരിച്ച് റോഡിൽ വന്ന് വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളത്, എനിക്ക് നമ്മുടെ മീഡിയയിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ള, താഴ്മയായിട്ടൊരു അപേക്ഷയുള്ള, ഒരു കാരണവശാലും അതിൽ ജാതി ചിന്ത ഉണ്ടാവരുത്. അത് ഒരിക്കലും ഒരു അമ്പലവാസിയോ അല്ലെങ്കിൽ പൂജാരിയോ നായർ സമുദായപ്പെട്ട ഒരാളോ അല്ല. എനിക്ക് ഈ പറഞ്ഞ ഒരു മീഡിയ പറഞ്ഞപ്പോൾ അതിനോട് ഒരുപാട് മോശം കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊരു പള്ളിയിൽ പോകുന്നൊരു അമ്മയായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ജാതിപരമായിട്ട് ഒരിക്കലും അതിൻ്റെ അടിയിൽ കമൻറ്റ്സ് ഇട്ടത് മോശമായിപ്പോയി. സാധാരണ ഒരു അമ്മയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ ഒരു അമ്മയാണ്, വലിയ ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് കൊട്ടാരത്തിലെ തമ്പുരാട്ടി പോലും എൻ്റെ അടുത്തൊരു അകൽച്ച കാണിച്ചിട്ടില്ല, ഒരാളും എൻ്റെ അടുത്ത് അകലാണ്. പിന്നെ ഇത് ഇവരെ മനസ്സിലുള്ള ഉണ്ടായിക്കോട്ടെ, നമുക്ക് പ്രശ്നമുള്ളതല്ല. അപ്പോൾ ചില സമയത്ത് നമ്മളിതൊക്കെ ആലോചിക്കും, നമ്മൾ ഇത്രയും കിടന്ന് മരിച്ചിട്ട് ആളുകൾ നമ്മളിങ്ങനെയാണല്ലോ കാണുന്നതെന്ന് ആലോചിക്കും. അപ്പോഴും ഞാൻ മറ്റു വശം ചിന്തിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ഒത്തിരി. അതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതീക്ഷ ഇപ്പം തന്നെ അറിയാലോ. ഞാനിപ്പോൾ 1-2 എൻ്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസറായിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഞാനൊരു 3-3.5 കോടി രൂപ ചാരിറ്റി ചെയ്ത ഒരാളാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമോന് ബോൺ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ 14 ദിവസം കൊണ്ട് ഞാൻ 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ എൻ്റെ കളക്ഷൻ അതാണ്. ആ 14 ലക്ഷം രൂപ, അപ്പോൾ 80 ലക്ഷം രൂപ 14 ദിവസം കൊണ്ട് ഞാൻ കളക്ട് കൊടുത്തു. അത് പിന്നെ ഇങ്ങോട്ട് വീട് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ദിവസം. ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ പലരിൽ നിന്ന് വാങ്ങിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചാരിറ്റി കഴിഞ്ഞ വർഷം വരെയും ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് 250 കുട്ടികൾക്ക് ബാഗ്, ബുക്ക്, കുട എല്ലാം കഴിഞ്ഞ വർഷം ചെയ്തു. പക്ഷേ ഇപ്പം എനിക്ക് വന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ എന്താ പറയുക പരിപാടികൾ ഒക്കെ ഞാൻ ഇപ്പോൾ അധികം പബ്ലിക് പ്രോഗ്രാമിന് പോകാറില്ല. കാരണം പ്രോഗ്രാമിൽ പോകുന്ന ചിലർ അവാർഡ് ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വേദിയിൽ പോയിരിക്കണം. വേദിയിൽ പോയിരുന്നിട്ട് ഒരു ഷോളും തരും, ഒരു ചെറിയ മെമൻറ്റും തരും. ഈ 3 മണിക്കൂർ പോയി, ഈ 3 മണിക്കൂർ കൊണ്ട് എനിക്ക് 10 കോളുകൾ പോകാൻ പറ്റും. 10 കോൾ 100 രൂപ വെച്ചാൽ 200 രൂപ വെച്ചാൽ എൻ്റെ അന്നത്തെ കാര്യങ്ങൾ നടക്കുക. എൻ്റെ ഒരു വണ്ടിയിലായിരിക്കും വന്നത്. വണ്ടി പിടിച്ച് 3 മണിക്കൂർ അവിടെ കൊണ്ട് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 90% പേര് ഈ അവാർഡെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ വെറും നമ്മളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ചെറിയ ഈ സാധനം തന്നിട്ട്. എൻ്റെ റൂമിൽ മൊത്തം അതാണ്. എൻ്റെ റൂം മുഴുവൻ ഈ സാധനം കൊണ്ട് മൂടി കിടക്കുക. അവാർഡ് പിന്നെ അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വർഷം 2022 പത്മശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. പത്മശ്രീ പ്രഖ്യാപിച്ചായിരുന്നു, പക്ഷേ അത് ആണുങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആണുങ്ങൾക്ക് കൊടുത്തു. എന്നാൽ അവസാന നിമിഷമായപ്പോൾ രാത്രി 9 വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. അപ്പോഴും കിഷോർ കരമന, കൗമുദിയുടെ പ്രൊഡ്യൂസർ, ഏറ്റവും നല്ല പ്രോഗ്രാമാണ് കൗമുദിയുടെ സ്നേക് മാസ്റ്റർ, 1200 എപ്പിസോഡ് ആകാൻ പോകുന്നു. അപ്പോൾ അവർ ക്യാമറയൊക്കെ ഒന്ന് രഹസ്യമായിട്ട് ചാനലുകളൊന്നും അറിയിക്കാതെ അവരെ ഡൽഹിയിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അവരൊന്ന് വന്ന് കിടന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, കിഷോർ എന്തിനാണ് എൻ്റെ ആവശ്യം? കിഷോർജി, ഞാൻ പേര് പറഞ്ഞ് വിളിക്കുക, ഞാൻ കിഷോർജി എന്തിനാണ് എൻ്റെ ആവശ്യം? ഇത് കിട്ടാനും പോകുന്നില്ല, എനിക്ക് തരാനും പോകുന്നില്ല എന്ന്. രാത്രി 9 വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. വാവാ സുരേഷ് പത്മശ്രീ തീരുമാനിച്ചു. പ്രഖ്യാപിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് അത് ഡിലീറ്റായിപ്പോയി. അതുകൊണ്ട് എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മളിതിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പത്മശ്രീ കിട്ടിയാലും എനിക്ക് പണിയാണ്. എന്താണെന്ന് അറിയാമോ? പിന്നെ കുറേ ദിവസം എനിക്ക് വാമനെ പിടിക്കാൻ പോകില്ല. പിന്നെ എവിടെ വിളക്കത്തിരി എനിക്ക് എത്തിക്കണോ അവിടെ കൊണ്ട് തന്നെ ഇരുത്തും.
ഏതെങ്കിലും ഇപ്പോൾ അവർ പറയും ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം വന്നാലും വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് കിട്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കിട്ടാതിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഒരു 16 വർഷം ആഗ്രഹിച്ച ഒരു കാര്യം എന്നിൽ നിന്ന് തട്ടിയെടുത്ത ഒരാളാണ് ഈ ഇരിക്കുന്നത്. എനിക്ക് അതിൻ്റെ പേരിൽ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് സുരേഷ് ചേട്ടനെ എനിക്കൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു, എനിക്കിഷ്ടമല്ല സ്റ്റിൽ. കാര്യം ഞാൻ 18 വർഷം ആങ്കറിങ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, മികച്ച അവതാരകയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡിന് ലാസ്റ്റ് 2 പേരുകൾ വന്നു. ഒന്ന് സ്നേക് മാസ്റ്റർ ചെയ്യുന്ന കൗമുദിയിലെ സുരേഷ് ചേട്ടനും, ഒന്ന് ഇപ്പുറത്ത് എൻ്റെ കോമഡി സ്റ്റാർസിൻ്റെ എൻ്റെ പേരും. പിറ്റേ ദിവസം രാവിലെ, തലേന്ന് രാത്രി വരെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ കണ്ടു മികച്ച അവതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോയി. അപ്പം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു അവാർഡ് നമ്മളിൽ നിന്ന് എടുത്തിട്ട് പോയ ഒരാളാണ്. സന്തോഷം. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാം, ഞാൻ ഒരു സാധനം എഴുതി വെച്ചിട്ട് വായിക്കുന്ന ഒരാളല്ല. ഒരു സാധനം ഇപ്പോൾ ഒരു വീട്ടിൽ പാവനെ പിടിക്കുമ്പോൾ അവിടെ മൂർക്കനാണ് ഇരിക്കണമെന്ന് പറഞ്ഞ് ബുക്ക് നോക്കി മൂർക്കൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നോക്കിക്കൊണ്ട് പോകുന്ന ആളല്ല. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വെച്ച് സംസാരിക്കുന്നു. അല്ലാതെ ഇന്നൊരു ഒരു പേപ്പറിലും ഞാൻ തയ്യാറാക്കിയിട്ടില്ല, ഒരു സാധനമില്ല. അത് ഇന്ന് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചോട്ടെ. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയി സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണോ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ഇന്ന് എൻ്റെ ആരോ ചോദിച്ചു രാവിലെ കേട്ടോ. ഇന്ന് രാവിലെ എൻ്റെ ചോദിച്ചത് സത്യമായിട്ട് ഇന്ന് രാവിലെ. അല്ല, ഇതൊക്കെ പറയുമ്പോഴും ചേട്ടൻ പറഞ്ഞു ഇതെങ്ങനെയാണ് കേട്ടോ, ഒരു ഇൻകം സോഴ്സ് എങ്ങനെയാണ് ഒരു മാസം വാവ സുരേഷിന് തള്ളി നീക്കാൻ എത്ര രൂപ വേണം? നല്ല ടൈറ്റാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് 3 മാസമായി. വണ്ടി ആക്സിഡൻറ്റ് മണ്ണന്തല വെച്ച് എൻ്റെ പഞ്ചത് എൻ്റെതല്ല കേട്ടോ, എനിക്ക് സ്പോൺസർ ചെയ്ത പങ്കജ കസ്തൂരി. ആരോടും പറയേണ്ടെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടാണ് പറയാത്ത. പിന്നെ പുള്ളി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ആളുകൾ സ്പോൺസർ ചെയ്യാൻ. 3.5 ബാക്കി മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഇപ്പം പെട്രോൾ അടിക്കണം, ഞാൻ അടുത്ത് അടിക്കും. ഇപ്പം 2 വർഷം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. 2 വർഷം കൊണ്ടാണ് ഓടി, 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. അതാണ് അടയ്ക്കുന്നത്, അപകടത്തിൽപ്പെടുന്നത്. അതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരിൽ തന്നെ എടുത്ത വണ്ടി വേറെ പയ്യനെ കൊണ്ടുപോയി. അതും പണയം ഇട്ടിട്ട് 4 വർഷമായി. പുതിയ വണ്ടിയായിരുന്നു, പണയം ഇട്ടിട്ട് എടുക്കാൻ പറ്റാതെ 3 ലക്ഷം രൂപയ്ക്ക് പണയം ഇട്ടു. അത് വേറെ ആളിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇട്ടതായിരുന്നു, എടുക്കാൻ പറ്റില്ല. അത് പോയി, അതിപ്പോൾ ദ്രവിച്ചു കാണും ഒരു 5 വർഷത്തോളം. അതിനുശേഷം ഈ വണ്ടി ഇട്ടു. അപ്പം